നമസ്കാരം. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ മരണത്തിൽ 6 പേർ അറസ്റ്റിൽ. ബുധനാഴ്ച ഉച്ചയോടെയാണ് കേസിൽ പുതിയതായി പ്രതി ചേർത്ത 6 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നതാണ് റിപ്പോർട്ട്. എന്നാൽ കേസിൽ ആദ്യം പ്രതി ചേർത്ത SFI നേതാക്കൾ ഉൾപ്പെടെ 12 പേർ ഇപ്പോഴും ഒളിവിലാണ് എന്നതിനാൽ കേസിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. ഈ പ്രതികൾ ഇപ്പോൾ എവിടെയാണ്? ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്? സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന SFI നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ഈ 6 പേർ പോലീസിന് പിടി നൽകിയതെന്ന സംശയവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണത്തിനു കാരണക്കാരായ SFI നേതാക്കളെ സംരക്ഷിക്കുന്നത് അധ്യാപകരാണെന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. കോളേജിലെ പരിപാടിയിൽ നൃത്തം ചെയ്തതിന്റെ പേരിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെയാണ് വിവസ്ത്രനായി സിദ്ധാർത്ഥിനെ SFI-ക്കാർ മർദ്ദിച്ചത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വീട്ടിലേക്ക് വന്ന വിദ്യാർത്ഥിയെ തിരിച്ചു വിളിച്ചാണ് മർദ്ദിച്ചത്. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ SFI-യെ CPM വളർത്തിക്കൊണ്ടുവന്നത് എന്നും VD സതീശൻ പറഞ്ഞിരുന്നു. നിലവിൽ കേസിന്റെ ഭാഗമായി SFI നേതാക്കൾ ഒളിവിൽ തുടരുന്നതെല്ലാം കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതുപോലെ ശരിയാകുമോ എന്ന കാര്യങ്ങളാണ് തോന്നുന്നത്. എന്തായാലും കേസിൽ ഇപ്പോൾ 16 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ജീവനൊടുക്കിയ സിദ്ധാർത്ഥനെ റാഗ് ചെയ്തതിലും ക്രൂരമായി മർദ്ദിച്ചതിലും 8 വിദ്യാർത്ഥികളെ ബുധനാഴ്ച പോലീസ് ചോദ്യം ചെയ്യിപ്പിക്കാൻ വിളിപ്പിച്ചിരുന്നു. ഇതിൽ 6 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു. ഇതോടെ കേസിൽ ആകെ 18 പ്രതികളായെന്നാണ് റിപ്പോർട്ട്. യൂണിയൻ പ്രസിഡന്റ് K അരുൺ, ഭാരവാഹി N ആസിഫ് ഖാൻ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, K അഖിൽ, RS കാശിനാഥ്, അമീൻ അക്ബർ അലി, സിൻജോ ജോൺസൺ, J അജയ്, EK സൗദ് റിസാൽ, A അൽത്താഫ, V ആദിത്യൻ, M മുഹമ്മദ് ഡാനിഷ് എന്നിവരുടെ പേരിലാണ് നേരത്തെ കേസെടുത്തിരുന്നത്. 4 പേർ സിദ്ധാർത്ഥിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. 12 വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഇത്രയും ദിവസമായിട്ടും പ്രതികളായ SFI-ക്കാരെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണവും നേരിടേണ്ടി വന്നിരുന്നുവെന്നാണ് പരാതി. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി ഇയാളെ മർദ്ദിച്ചെന്ന ആരോപണവുമുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു. സിദ്ധാർത്ഥനെ നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലുമൊക്കെ ചവിട്ടിയതിന്റെയും കഴുത്തിൽ എന്തോ വസ്തു കൊണ്ട് മുറുക്കിയതിന്റെയും എല്ലാം തെളിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കഴുത്തിൽ തൂങ്ങി മരിച്ചതിന്റെ അടയാളത്തിന് പുറമെ 2 ദിവസം പഴക്കമുള്ള മുറിവുമുണ്ട്. ഇലക്ട്രിക് വയർ കൊണ്ട് കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചെന്ന് സഹപാഠികൾ മൊഴി നൽകിയതും കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിന് മുറുക്കിയത് കൊണ്ടാകാം മുറിവ് പറ്റിയതെന്നാണ് സംശയിക്കുന്നത്. വിദ്യാർത്ഥിയുടെ വയർ, നെഞ്ച് എന്നിവിടങ്ങളിൽ കാൽപ്പാടുകളും കാലിന്റെ തള്ളവിരലും പതിഞ്ഞതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. കുടലിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ടും മർദ്ദിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടും ഉണ്ട്. ബെൽറ്റിന്റെ ബക്കിൾ കൊണ്ട പാടുകളാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ളത്. കസേരയിൽ ഇരുത്തിയോ മറ്റോ മർദ്ദിച്ച ശേഷം പുറകിലേക്ക് തള്ളിയിട്ട് നിലത്തിട്ട് ചവിട്ടിയതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത്. കവിളിന്റെ 2 ഭാഗത്തും പിടിച്ചതിന്റെ പാടുകളുണ്ട് എന്നും തലയുടെ പുറം ഭാഗത്തും ചുമലിലും പരിക്കേറ്റിട്ടുണ്ട് എന്നും തലയുടെ പിറകിലാണ് സാരമായ പരിക്കുള്ളതെന്നും തള്ളിയപ്പോൾ നിലത്ത് വീണ് പറ്റിയതായിരിക്കാം ഇതെന്നുമാണ് കരുതുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചെറുപ്പമായതുകൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥിന്റെ വാരിയെല്ല് തകർന്നു പോകാതിരുന്നതെന്നും ഫോറൻസിക് വിദഗ്ധർ പറയുന്നുണ്ട്.